Hello everyone, welcome to Success Academy's YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2022 GD എക്സാമിൻ്റെ ജനുവരി 16th ചോദിച്ചിട്ടുള്ള തേർഡ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, seats for engineering, management and science in a university are in the ratio 7:8:9. There is a proposal to increase these seats by 20%, 30% and 60% respectively. What will be the ratio of the increased seats? ഒരു കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിങ്ങും മാനേജ്മെൻറ്റും സയൻസിലും ഇപ്പോൾ ഉള്ള റേഷ്യോ വന്നിട്ടുണ്ട് 7:8:9. ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഇതിൽ ഓരോന്നും 20% വെച്ചിട്ടും 30% വെച്ചിട്ടും 60% വെച്ചിട്ടും ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ചെയ്തതിന് ശേഷം വരുന്ന റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? 7:8:9 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. 70:80:90. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഓരോ പെർസെൻറ്റേജ് ഇൻക്രീസ് ആയെന്ന് പറയില്ലേ, അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് ഫ്രാക്ഷൻ വരാതെ ഹോൾ നമ്പർ വരാനായിട്ട്, അതായത് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഇനി 20% കൂടി. അപ്പോൾ ഇത് 20% കൂടിയെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണത് എടുക്കേണ്ടതെന്ന് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. 20% എങ്ങനെയാണ് ഫ്രാക്ഷനാക്കി എഴുതുന്നത്? 20% is equal to 1/5 ആണ്. 100ൽ 20, അപ്പോൾ 20/100 5 വെച്ചിട്ട് 20 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 1/5 എന്ന് വരും. ഇനി 20% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ 20% ഇൻക്രീസ് ആയി, അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 6/5 വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഈ 5 എവിടെ നിന്നാണ് വന്നത്? 20% എന്ന് എഴുതിയേക്കുന്നതിലെ ഡിനോമിനേറ്ററാണ് ഈ 5. 20% ഇൻക്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ ആയിട്ടുള്ള 5ഉം ന്യൂമറേറ്റർ ആയിട്ടുള്ള 1ഉം കൂടി ആഡ് ചെയ്തിട്ട് 6 ചെയ്തു, അതായത് 6/5. ഇനി 20% ഡിക്രീസ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് വരും? എക്സ് ഇൻറ്റു 4/5 എന്ന് വന്നേനെ. അതുപോലെ 30% ആണെങ്കിൽ 30% എങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാം? 3/10 എന്നാണ് 30% ഫ്രാക്ഷൻ ആക്കുമ്പോൾ. 30/100ൽ 0 കട്ട് ചെയ്യുമ്പോൾ 3/10 വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ 30% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻറ്റു 13/10 ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ 10 എന്താണ്? 30% ഫ്രാക്ഷൻ ആക്കിയപ്പോൾ കിട്ടിയേക്കുന്ന ആ ഡിനോമിനേറ്ററിലെ വാല്യൂ ആണ് 10. 30% ഇൻക്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആഡ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂ, അതായത് 13. എക്സ് ഇൻറ്റു 13/10 ചെയ്തു. ഇനി 30% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തേനെ? എക്സ് ഇൻറ്റു 10 ചെയ്ത് 3 കുറയ്ക്കുക, എത്ര വരും? 7 വരും. അപ്പോൾ എക്സ് ഇൻറ്റു 7/10 ചെയ്യുമ്പോഴാണ് ഒരു വാല്യൂവിൻ്റെ 30% കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 70 ആണ്. 70ന്ന് 20% ആണ് കൂടിയേക്കുന്നത്. 20% 1/5 ആണ്. 20% കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? എന്താകും? 6/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടിയ വാല്യൂ കിട്ടും. അതുപോലെ 80 ആണെങ്കിൽ 80 ഇൻറ്റു 13/10. അടുത്തത് 19 ഇൻറ്റു എത്രയാണ്? 60%. 60%ന് 6/10 എന്ന് എഴുതാം. 6/10 എന്ന് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇൻറ്റു 16/10. 10 + 6 16. ഇനി എന്ത് ചെയ്യാം? 5 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 14 വന്നു. 0 കട്ടായി, ഈ 0 കട്ടായി. ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? തുടക്കം തന്നെ 70 ഈ ഫുൾ റേഷ്യോനെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് പോയില്ലായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ 14 ഇൻറ്റു 6 ഈസ് 8 ഇൻറ്റു 13 ഈസ് 9 ഇൻറ്റു 16. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് 4 വെച്ചിട്ട് കട്ട് ചെയ്ത്, ഇവിടെ 4 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 4 വരും, 3 7. അപ്പോൾ 21 ഈസ് 26 ഈസ് 36. ഇതായിരിക്കും ഈ പറയുന്ന റേഷ്യോസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന റേഷ്യോ. 21 ഈസ് 26 ഈസ് 36. ഓപ്ഷൻ നമ്പർ 4. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ കോൺ ഹൂസ് ഹൈറ്റ് ഈസ് 24 cm ആൻഡ് റേഡിയസ് ഈസ് 14 cm. 24 cm ഉയരവും 14 cm റേഡിയസ് ഉള്ള ഒരു കോണിൻ്റെ വോളിയം കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കോണിൻ്റെ വോളിയം എങ്ങനെയാണ് കാണാം? വോളിയം ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു πr² h ആണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. ഇതിലെല്ലാം തന്നിട്ടുണ്ടല്ലോ. 1/3 ഇൻറ്റു 22/7 ഇൻറ്റു r എത്രയാണ്? 14 ഇൻറ്റു 14 ഇൻറ്റു ഹൈറ്റ് 24. അപ്പോൾ 3യും 24ഉം കട്ട് ചെയ്തപ്പോൾ 8 വന്നു. ഇവിടെ നമുക്ക് എത്രയായി? 2 ആയി.
അപ്പോൾ 2 ഇൻറ്റു 11 ഇൻറ്റു 16 ഇൻറ്റു 14. 16 ഇൻറ്റു 14 എത്രയാണ്? 224 ആണ്. 224 ഇൻറ്റു 2 എന്ന് പറയുന്നത് 448. 448 ഇൻറ്റു 11 എത്ര വരും? 8, 12, 49, 28. ഓപ്ഷൻ നമ്പർ 4. 4928 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത്? കോണിൻ്റെ വോളിയം. ഇതിങ്ങനെ കാണാതെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് 22, അതായത് 2/11 അല്ലേ? 2/11 എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കണം? 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുക? ഓഡ് പൊസിഷനിലെയും ഈവൻ പൊസിഷനിലെയും ഡിജിറ്റ്സിൻ്റെ സം എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 4 + 9 13 ആണ്. 2 + 8 10 ആണ്. അപ്പോൾ ഇതെന്തായാലും 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതേപോലെ ഇവിടെ 12, 11 വീണ്ടും മൾട്ടിപ്പിൾ അല്ല. 12, 11 എഗെയിൻ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ 6ഉം 17 ആണ്. 17 - 6 എന്ന് പറയുന്നത് എത്രയാണ്? 11 വന്നു. അപ്പോൾ എന്താണ്? ഇത് മാത്രമാണ് 11ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ബ്രാക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 16 - 4 എത്രയാണ്? 16 - 4 12 ആണ്. ഡിവൈഡഡ് ബൈ 2² + 2. 2² എന്ന് പറയുന്നത് 4 ആണ്. 4 + 2 6. എത്ര വന്നു ആൻസർ? 2 എന്ന് വന്നു. ഇനി പുറത്തൊരു 6 + 2 -2. -2 -2 2 - 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എത്ര ആൻസർ വരിക? 6. ഓപ്ഷൻ നമ്പർ 3. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, the HCF and LCM of two numbers are 32 and 192. One of the numbers is 64. Find the absolute difference between the numbers. രണ്ട് സംഖ്യകളുടെ HCFും LCMും തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 2ഉം 32ഉം. അതിൽ ഒരു നമ്പർ 32ഉം 192ഉം. അതിലൊരു നമ്പർ എത്രയാണ്? 64 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് കാണാനാണ്. ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് വേണം? മറ്റേ സംഖ്യ കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ LCM ആൻഡ് HCF ആണ്. അപ്പോൾ ഒരു നമ്പർ നമുക്കറിയാമല്ലോ 64, രണ്ടാമത്തെ നമ്പർ എക്സ് എന്ന് ഇട്ടു, ഈക്വൽ ടു 32 ഇൻറ്റു 192. ഇത് എത്ര വന്നു? 32 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 വന്നു. എക്സ് എന്ന് പറയുന്നത് 192/2 ആണ്. അതെത്രയാണ്? 96 ആണ് അടുത്ത നമ്പറിൻ്റെ വാല്യൂ. ആദ്യമുള്ള നമ്പർ എത്രയായിരുന്നു? 64. അപ്പോൾ ആൻസർ എത്ര വന്നു? 32. ഓപ്ഷൻ നമ്പർ 3. മനസ്സിലായല്ലോ? ആകെ കൂടിയുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ LCMൻ്റെയും HCFൻ്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അടുത്തത്, എ സ്കൂൾ മാനേജർ ഡിസൈഡ്സ് ടു ബിൽഡ് എ ന്യൂ സ്കൂൾ ബിൽഡിംഗ് ഇൻ 40 days. He employs 100 men in the beginning and 100 men after 35 days and completes the construction within the stipulated time. If he had not employed the additional men, how many days behind schedule would the school building have been completed? ഒരു സ്കൂൾ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് 40 ദിവസമാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യത്തെ 35 ദിവസം 100 ആൾക്കാരാണ് പണിയെടുത്തത്. ഇനി 35 ദിവസത്തിന് ശേഷം എന്ത് ചെയ്തു? വീണ്ടും ഒരു 100 പേരെ കൊണ്ടുവന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി? 200 പേരായി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 40 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഈ എക്സ്ട്രാ 100 പേരെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എത്ര ദിവസം കൊണ്ടായിരിക്കും ജോലി കംപ്ലീറ്റ് ആക്കുക എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ടോട്ടൽ വർക്ക് എങ്ങനെയാണ് വരിക? ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു ആദ്യം എത്ര പേരാ? ആദ്യത്തെ കേസിൽ 100 പേര്. എത്ര ദിവസം? 35 ദിവസത്തിന് ശേഷം അടുത്ത 100 പേര് വന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 35 ദിവസം എത്ര പേരേ ഉള്ളൂ? 100 പേരേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റു 35 പ്ലസ് ഇനി ബാക്കി 40 ദിവസം കൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കുന്നത്. ഓൾറെഡി 35 ദിവസമായി. ഇനി ബാക്കി എത്ര ദിവസമുണ്ട്? 5 ദിവസമുണ്ട്. എത്ര പേരാണ് പണിയുന്നത്? 200 പേര്. ആദ്യമുള്ള 100ഉം ഇപ്പോൾ വന്ന 100ഉം. അപ്പോൾ ഇതാണ് ടോട്ടൽ വർക്ക്. അത് എത്ര വന്നു? 3500 പ്ലസ് 1000 4500 ആണ് ടോട്ടൽ വർക്ക്. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഈ എക്സ്ട്രാ 100 പേര്, അതായത് രണ്ടാമത്തെ കേസിൽ 200 ആയ പോലെ ഇനി അങ്ങനെയില്ല, ഫുൾ ഡേ 100 പേര് വെച്ച് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വരും? അപ്പോൾ 100 പേര് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. എത്രയായി? ഡി എന്ന് പറയുന്നത് ഡി 45 ദിവസം. എത്ര ദിവസം കൊണ്ടായിരുന്നു ഇവർ തീർക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? 40 ദിവസം. അപ്പോൾ എത്ര ദിവസം എക്സ്ട്രാ വന്നു? 5 ദിവസം. ഓപ്ഷൻ നമ്പർ 1.
മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു, തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു. 35 ദിവസത്തിന് ശേഷം 100 പേരെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ 35 ദിവസം എത്ര പേരെ ഉണ്ടാവുള്ളൂ? 100 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 100 × 35 പ്ലസ് അടുത്ത 5 ദിവസം. 5 ദിവസം എങ്ങനെ വന്നത്? മൊത്തം 40 ആണ്. 35 ദിവസം പണിതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം ഉണ്ട് ബാക്കി? 5 ദിവസം. ഈ 5 ദിവസം 200 പേരാണ് വർക്ക് ചെയ്യുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്ക് വെച്ചിട്ട് നമ്മൾ 100 മെൻസിന് എത്ര ദിവസം വേണ്ടതെന്ന് കണ്ടുപിടിച്ചു. 45 വന്നു. 40 ആയിരുന്നു അവർ ഉദ്ദേശിച്ച സമയം. അപ്പോൾ 5 ദിവസം എക്സ്ട്രാ വന്നു. അപ്പോൾ ആൻസർ എത്രയായി? 5 days. അടുത്തത്, in a mixture of 624 liters, the ratio of milk and water is 5:3. The amount of water to be further added to the mixture so as to make the ratio of the milk to water 5:4. ഒരു 624 ലിറ്റേഴ്സ് ഉള്ളൊരു മിക്സ്ചർ. എന്തിൻ്റെ മിക്സ്ചറാണ്? മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും മിക്സ്ചർ. അതിൽ ഇപ്പോൾ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ എത്രയാണ്? 5:3 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട്? 5 യൂണിറ്റ് മിൽക്കും 3 യൂണിറ്റ് വാട്ടറും. ടോട്ടൽ 8 യൂണിറ്റ് ഉണ്ട്. ശരിക്കും ടോട്ടൽ എത്രയാണ്? 624 ആണ് ശരിക്കുമുള്ള വാല്യൂ. അതായത് ഇവിടെ നമുക്ക് റേഷ്യോ വൈസ് ടോട്ടൽ കിട്ടിയത് 8 യൂണിറ്റും ആക്ച്വലി 624 ലിറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ 8 യൂണിറ്റ് എന്താണ്? 624 ആണ്. ഒരു യൂണിറ്റ് എത്രയായി? 78 ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. 78 ലിറ്റേഴ്സ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇതിൻ്റെ റേഷ്യോ മിൽക്ക് ടു വാട്ടർ 5:4 ആക്കാൻ വേണ്ടി എത്ര വാട്ടർ ആഡ് ചെയ്യണം? എത്ര വാട്ടർ ആഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ റേഷ്യോയിൽ മാത്രമേ ചേഞ്ച് വരാൻ പാടുള്ളൂ. മിൽക്കിൽ മാറ്റമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ തന്നേക്കുന്നുണ്ട്, വേറൊന്നും ചെയ്യാനില്ല. 2 കേസിലും മിൽക്കിൻ്റെത് 5 തന്നെ, വാട്ടർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. എത്ര യൂണിറ്റ് ചേഞ്ച് വരുന്നുണ്ട്? 1 യൂണിറ്റ് ചേഞ്ച് വരുന്നുണ്ട്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 78 ലിറ്റേഴ്സ്. അപ്പോൾ ആൻസർ എത്രയായി? ഓപ്ഷൻ നമ്പർ 3 78 ലിറ്റേഴ്സ് ആഡ് ചെയ്താലാണ്, വാട്ടർ ആഡ് ചെയ്താലാണ് റേഷ്യോ 5:4 കിട്ടുക. അടുത്ത ദിവസത്തിലേക്ക് പോവാം. The value of an Apple laptop depreciated from rupees 1,33,100 to rupees 72,900 in 3 years. Find the yearly rate of depreciation. 1,33,100 രൂപ ഉണ്ടായിരുന്ന ആപ്പിൾ ലാപ്ടോപ്പിന് 3 വർഷത്തിന് ശേഷം എത്ര രൂപയുള്ളൂ? 72,900 രൂപയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് റേറ്റിലാണ് ഇത് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ ഇത് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇവിടെ എത്രയാണ് ലാസ്റ്റ് ആവുന്നത്? 72,900 ആണ് ഇപ്പോൾ ഉള്ള വാല്യൂ. ഈക്വൽ ടു ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 1,33,100 ഇൻറ്റു 1 + r/100 റേസ് ടു എത്ര വർഷം? ഇവിടെ നമ്മൾ റേസ് ടു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ 3 ആയതുകൊണ്ട് 3 വർഷം ആയതുകൊണ്ട് 3 എന്ന് എഴുതി. ഇനി ഇതിനെ താഴേക്ക് കൊണ്ടുവരാമല്ലോ. നമ്മൾ 0 കട്ട് ചെയ്തു. 729 1331 ഈക്വൽ ടു 1 + r/100 റേസ് ടു 3. ഇനി നമുക്ക് ഈ 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ റേസ് ടു 3 ഇവിടെ നിന്ന് കളയണം. റേസ് ടു 3 ഇവിടെ നിന്ന് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യൂബ് റൂട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ക്യൂബ് റൂട്ട് എടുത്താൽ ഈ സൈഡിലും ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ 729 എന്തിൻ്റെ ക്യൂബാണ്? 729 9-ൻ്റെയും 1331 പറയുന്നത് 11-ൻ്റെയും ക്യൂബാണ്. അപ്പം 9ഉം 11ഉം ആയിരിക്കും ഈ പറയുന്ന സംഖ്യകളുടെ ക്യൂബ് റൂട്ട്. ഈക്വൽ ടു 1 + r/100. പിന്നെ ഈ ആറിൻ്റെ വാല്യൂ കാണാനായിട്ട് 1 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 9/11 - 1 ഈക്വൽ ടു r/100. ആൻസർ വരും -2/11 ഈക്വൽ ടു r/100. അപ്പോൾ r എന്ന് പറയുന്നത് -200/11 ആണ്. എന്താണ് മൈനസ് വന്നത്? ഡിപ്രീസിയേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ മൈനസ് സൈൻ വരുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? ആൻസർ ഓപ്ഷൻ നമ്പർ 1 18.18% ആണ്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ. അടുത്തത്, 2 trains running in the same direction at 110 km/h and 90 km/h completely pass one another in 54 seconds. If the length of the first train is 130 meters, then find the length of the second train. 2 ട്രെയിൻ ഉണ്ട്, സെയിം ഡിറക്ഷനിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ആ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകാനായിട്ട് എത്ര സമയം എടുക്കുന്നത്? 54 സെക്കൻഡാണ്. അപ്പോൾ 110 km/hലും 90 km/hലാണ് സഞ്ചരിക്കുന്നത്. ഒരു ട്രെയിനിൻ്റെ ലെങ്ത്ത് 130 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ട്രെയിനിൻ്റെ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ആ ക്രോസ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം ഇസ് ഈക്വൽ ടു L1 + L2. L1 + L2 എന്ന് പറയുന്നത് 2 ട്രെയിനിൻ്റെയും ലെങ്ത്താണ്. ഡിവൈഡഡ് ബൈ
റിലേറ്റീവ് സ്പീഡ് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, സെയിം ഡിറക്ഷൻ, ഒരേ ദിശയിലേക്കാണ് പോകുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും, മൈനസ് ആയിരിക്കും വരിക. 110 S1 മൈനസ് S2 ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 54 സെക്കൻഡ് ഈക്വൽ ടു 130 പ്ലസ് L2 ഡിവൈഡഡ് ബൈ 110 മൈനസ് 90 എത്രയാണ്, 20. ഇവിടെ എന്താണൊരു വ്യത്യാസം, നമുക്ക് ഈ ലെങ്ത്ത് തന്നേക്കുന്നത് മീറ്ററിലാണ്, സമയം സെക്കൻഡിലാണ്, പക്ഷേ സ്പീഡ് മാത്രം എന്താണ്, കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മാറ്റി മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇൻറ്റു 5/18, 5/18 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റു 5/18 എങ്ങോട്ട് കൊണ്ടുപോകും, മുകളിലേക്ക് വരും. അപ്പോൾ 18 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 വന്നു. ഇത് 20 × 5 100 ആണ്, 100 × 3 300 ഇസ് ഈക്വൽ ടു 130 പ്ലസ് L2. അപ്പോൾ L2ൻ്റെ വാല്യൂ എത്രയായി, 300 നിന്ന് 130 കുറയ്ക്കുക. അത് എത്രയാണ് ആൻസർ, 170 മീറ്റർ. ഓപ്ഷൻ നമ്പർ 1 ക്ലിയർ ആണല്ലോ. അടുത്തത് കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ടു പെയിൻറ്റ് എ വാട്ടർ ടാങ്ക് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ഫിയർ ഹാവിംഗ് റേഡിയസ് ഓഫ് 7 cm ഇഫ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് ഈസ് ₹4.5 cm². ഒരു സ്ഫിയറിൻ്റെ ഷേപ്പിലുള്ള ടാങ്ക് ഉണ്ട്. ടാങ്കിൻ്റെ റേഡിയസ് എത്രയാണ്, 7 cm ആണ്. ഇത് 1 cm² പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ₹4.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് എത്രയാവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ 1 cm² 4.5 എങ്കിൽ ഏരിയ കണ്ടിട്ട് അതിന് 4.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആയില്ലേ. എങ്ങനെ ഏരിയ കാണുക, ഏരിയ ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു 4πr². ഇതാണ് ഏരിയയുടെ ഇക്വേഷൻ. ഈക്വൽ ടു, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരും എങ്ങനെ വരും, 4 × 22/7 ഇൻറ്റു റേഡിയസ് 7 × 7 ഇത്രയും ഏരിയയായി. അപ്പോൾ പ്രൈസ് കാണാൻ എന്ത് വേണം, ഒരെണ്ണത്തിൻ്റെ 4.5 ആണ്. അപ്പോൾ ഇത്രയും എങ്ങനെ കാണും, ഇൻറ്റു 4.5. 4.5ന് 45/10 എന്ന് എഴുതി, 7ഉം 7ഉം കട്ട് ചെയ്തു, 5 വെച്ച് കട്ട് ചെയ്താൽ 2 9 11 63 × 4 × 11 എത്ര വന്നു, 252. 252 × 11 എന്ന് പറയുന്നത് 2772. ഇതാണ് ഓപ്ഷൻ നമ്പർ 1. ഇതിൽ നമുക്ക് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് എന്താണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഫുൾ ചെയ്ത് നോക്കേണ്ടി വരും. അടുത്തത്, എ മാൻ സോൾഡ് 2 pens at 12 rupees each. On one he gained 20% and on other he lost 20%. On the whole അതായത് 2 പേനയുണ്ട്, 12 രൂപ വെച്ചിട്ടാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, വിൽക്കുന്നത് 12 രൂപയ്ക്കാണ്. ഒന്ന് വിറ്റപ്പോൾ 20% ലാഭവും 1ൽ 20% നഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഷിഫ്റ്റ് തന്നെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് തോന്നുന്നു. എങ്ങനെയാണ്, സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ നമ്മൾ ഒരേ പ്രൈസിന്, അതായത് X% ലാഭത്തിലും X% നഷ്ടത്തിലും വിൽക്കുകയാണെങ്കിൽ ഓവറോൾ വരുന്നത് എന്തായിരിക്കും, എപ്പോഴും നഷ്ടമായിരിക്കും. അപ്പോൾ ലോസ് ആണ് സംഭവിക്കുന്നത്. ലോസ് വെച്ചിട്ട് ആകെ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഇവിടെ ഗെയിനാണ്, ഇവിടെ ഗെയിനും ഇല്ല, ലോസും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് വരുന്ന ഓപ്ഷൻ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ 3. അപ്പോൾ അതായിരിക്കും ആൻസർ, ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അടുത്തത്, മോഹൻ ആൻഡ് സോഹൻ ഇൻവെസ്റ്റഡ് ₹3,000 and ₹4,000 respectively in a property and after 6 months Sohan withdraws. If in the end of the year their profit is ₹540, then what is the profit earned by Mohan? മോഹനും സോഹനും കൂടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. എത്ര രൂപ വെച്ചിട്ട്, 3000 രൂപയും 4000 രൂപയും. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആര് പോയി, സോഹൻ പോയി. 1 ഇയർ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ടോട്ടൽ കിട്ടിയ പ്രോഫിറ്റ് 540 രൂപയാണെങ്കിൽ ഇതിൽ മോഹൻ്റെ ഷെയർ എത്രയാണ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്ര സമയത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈമാണ് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ആദ്യം മോഹൻ പിന്നെ സോഹൻ, 3000 റുപ്പീസും 4000 റുപ്പീസും. ടൈമിൻ്റെ കാര്യം എങ്ങനെയാണ്, 6 മാസത്തിന് ശേഷം സോഹൻ പോയി. അപ്പോൾ സോഹൻ എത്ര നാളെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, 6 മാസത്തേക്കാണ് സോഹൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. 1 വർഷത്തേക്കെന്ന് പറയുമ്പോൾ നമ്മൾ സോഹൻ്റെത് മന്തിൽ എടുത്തു കഴിഞ്ഞാൽ മോഹൻ്റെത് മന്തിൽ തന്നെ എടുക്കണം. അപ്പോൾ സോഹൻ 6 മാസമാണെങ്കിൽ മോഹനെ പറ്റിയൊന്നും പറയുന്നില്ല, അതിൻ്റെ മീനിങ് എന്താ,
മോഹൻ ഫുൾ ഇയർ അതായത് 12 മാസവും ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെ വരും? 3000 ഇൻറ്റു 12 ഈസ് ടു 4000 ഇൻറ്റു 6. 6ഉം 12ഉം കട്ട് ചെയ്തു, 0യും കട്ട് ചെയ്തു, ഈ 2ഉം 4ഉം കട്ട് ചെയ്തു. റേഷ്യോ എത്ര വന്നു? 2:3 ആണ് എന്തിൻ്റെ റേഷ്യോ? ഇവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര യൂണിറ്റ് ആയി? 3 + 2 5 യൂണിറ്റ്. 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 540. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിൻ്റെ യൂണിറ്റ് 5 യൂണിറ്റാണ് ടോട്ടൽ. 3 + 2 5. ശരിക്കും പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 540. അതുകൊണ്ടാണ് 5നെ 540 ഇക്വേറ്റ് ചെയ്യുന്നത്. രണ്ടും പ്രോഫിറ്റാണ്. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 108. ഇതാണ് ഒരു യൂണിറ്റ്. നമുക്ക് മോഹൻ്റെ കാണേണ്ടത്. മോഹൻ എത്ര യൂണിറ്റ് കിട്ടി? മോഹന് 3 യൂണിറ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 324 എന്ന ആൻസർ വരും. ഓപ്ഷൻ നമ്പർ 4. ഓക്കെ ആണല്ലോ. അടുത്തത്, the marked price of a mobile phone was 10,000 rupees. The shop owner offered 10% discount, but on further request by the customer, he sold it at rupees 8,500 after giving a cash discount. How much is this cash discount in percentage? ഓക്കെ, 10,000 രൂപയ്ക്കുള്ളൊരു എന്താണ് മൊബൈൽ ഫോണാണ്. ഓൾറെഡി 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റമർ ആവശ്യപ്പെട്ടപ്പോൾ വേറെ എത്രയോ അഡീഷണൽ ഡിസ്കൗണ്ടും കൂടി കൊടുത്തു. അപ്പോൾ ലാസ്റ്റത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയായി? 8,500 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് കൊടുത്ത ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ്. അതാണ് എത്ര? 10%. 10%നെ എങ്ങനെ എഴുതാം? ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/10 വന്നു. അപ്പോൾ നമുക്ക് മാർക്ക്ഡ് പ്രൈസ് എത്രയാണെന്ന് എടുക്കാം? മാർക്ക്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 10 എന്ന് എടുക്കാം. മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 9. നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാം? ഡിസ്കൗണ്ടിൻ്റെ റേഷ്യോ എടുക്കുക 1/10. ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ എന്തായിരിക്കും? മാർക്ക്ഡ് പ്രൈസ് ആയിരിക്കും. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ മാർക്ക്ഡ് പ്രൈസിനേക്കാളും സെല്ലിംഗ് പ്രൈസ് എപ്പോഴും കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറയ്ക്കുക. 1/10 ആണെങ്കിൽ 10 - 1 9. അപ്പോൾ ആദ്യത്തെ കേസിൽ മാർക്ക്ഡ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എത്ര വന്നു? 10:9. രണ്ടാമത്തെ കേസിൽ നമുക്ക് അറിയില്ലല്ലോ, അത് എക്സ് വൈന്നിട്ടു. ഇനി ആക്ച്വൽ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 10,000. സെല്ലിംഗ് പ്രൈസോ 8,500. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് x/y എന്ന് എഴുതുക. x/y ഇസ് ഈക്വൽ ടു 9 × 10,000 ചെയ്യുക. ഓക്കെ, x/y എന്ന് എഴുതുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 9 × 10,000. 9 × 10,000 ഡിവൈഡഡ് ബൈ 10ഉം 8,500 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 8,500. 3 0 കട്ട് ചെയ്തു. 5 വെച്ച് കട്ട് ചെയ്താൽ 217. അപ്പോൾ 18/17 ആണ് x/yയുടെ റേഷ്യോ. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മാർക്ക്ഡ് പ്രൈസ് ആണ്. വൈ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വരുന്നത്? മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. 18 - 17 1 ബൈ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? മാർക്ക്ഡ് പ്രൈസ് 18 ആണ്. എക്സ് ആണ് 18 ഇൻറ്റു 100 ഈക്വൽ ടു 50/9 വരും. 50/9 വരുമ്പോൾ എത്ര ആൻസർ വരിക? 50ൽ 5 തവണ അഗെയിൻ 45. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് 5.555 എന്നായിരിക്കും ആൻസർ പോകുക. നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 5.56%. അടുത്ത ക്വസ്റ്റ്യൻ, 2 trains of same length are running on parallel tracks in opposite directions with speed of 54 km/h and 90 km/h respectively. They cross each other in 12 seconds. Find the length in meters of each train. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആകെ എന്താണ് വ്യത്യാസം? ഇവിടെ ട്രെയിനിൻ്റെ ലെങ്ത്ത് 2 ട്രെയിനിൻ്റെയും ഈക്വൽ ആണ്. അപ്പോൾ ഒരേ ലെങ്ത്തുള്ള 2 ട്രെയിൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോകുന്നത്. മറ്റേ കേസിൽ സെയിം ഡിറക്ഷൻ ആയിരുന്നു, ഇപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. 54ഉം 90ഉം ആണ് ഇവരുടെ സ്പീഡ്. 12 സെക്കൻഡിലാണ് ക്രോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ട്രെയിനിൻ്റെ സ്പീഡ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ T ഈസ് ഈക്വൽ ടു L1 + L2 ഡിവൈഡ് ബൈ, ഇവിടെ റിലേറ്റീവ് സ്പീഡ് എങ്ങനെ വരും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ആഡ് ചെയ്യണം. 54 + 90 S1 + S2. അപ്പോൾ എന്ത് വരും? ടൈം 12 സെക്കൻഡ് ഈക്വൽ ടു 2 Lഉം സെയിം ആയതുകൊണ്ട് എന്ത് എഴുതാം? 2 × L എന്ന് എഴുതാം.
54 + 90 144. ഇവിടെ എന്ത് തന്നെയാണ്? km/h ആണ്. നമ്മളതിനെ m/s ആക്കണം. m/s ആക്കാൻ വേണ്ടിയിട്ട് × 5/18 ആണ്. 18 മുകളിലേക്ക് പോയി. ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരിക? 18 × 8 ആണ് 144. ഇവിടെ 6 വന്നു. 6 × 5 30 ആണ്. 30 × 8 240 ആണ്. 240 ആണ് എന്ത്? ഓരോ ട്രെയിനിൻ്റെയും ലെങ്ത്ത് 240 meters. ഓക്കെ ആണല്ലോ. അടുത്തത്, എ സൈക്ലിസ്റ്റ് മൂവിങ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 140 meter completes 1 revolution in 2 minutes. What is the average speed of the cyclist in meter per minute? ഒരു സൈക്ലിസ്റ്റ് ഒരു സർക്കുലർ ട്രാക്കിൽ കൂടി മൂവ് ചെയ്യാണ്. 140 meter ആണ് ആ സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസ്. 2 മിനിറ്റും കൊണ്ടാണ് റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡാണ് കാണേണ്ടത്. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആ സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സർക്കുലർ ട്രാക്കിലേക്ക് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ റൊട്ടേഷൻ, അതായത് അതിൻ്റെ പെരിമീറ്റർ ആണല്ലോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഉണ്ടാ പോരെ? പെരിമീറ്റർ എത്രയാണ്? 2 × 2πr ആണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ 2 × 22/7 × r എത്രയാണ്? 140 ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ട്? 2 മിനിറ്റ്. ഇത് മീറ്ററിലാണ്, ഇത് മിനിറ്റിലാണ്. നമുക്ക് ചോദിച്ചേക്കുന്നത് മീറ്റർ പെർ മിനിറ്റ് തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് യൂണിറ്റ് കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. കട്ട് ചെയ്യുമ്പോൾ 70 വന്നു. 10 എത്രയായി? 440 മീറ്റർ പെർ മിനിറ്റ്. ഓപ്ഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. സാധാരണ സ്പീഡ് കാണുന്ന സംഭവം തന്നെ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിന് എന്ത് വ്യത്യാസമുണ്ട്? സർക്കുലർ ട്രാക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഫുൾ റൊട്ടേഷൻ, അതായത് സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ആയിരിക്കും എന്ത്? ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന റേഡിയസ് വെച്ചിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The expenses on rice, petrol and oil of a family are in the ratio 8:11:6. If the prices of these items are increased by 10%, 20% and 30% respectively, then the total expenses of the family on these items are increased by. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്? ആദ്യത്തെ ഒരു റേഷ്യോ വന്നിട്ടുണ്ട് 8:11:6. ഇത് 10% വെച്ചും 20% വെച്ചും 30% വെച്ചിട്ടും ഇൻക്രീസ് ആവുകയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് ഇതിൽ ഇൻക്രീസ് വന്നേക്കുന്നത്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ആദ്യത്തെ റേഷ്യോനെ നമ്മൾ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എന്തിനാ? അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ അത് കട്ട് ചെയ്ത് പോയിട്ട് ഹോൾ നമ്പേഴ്സ് കിട്ടാനായിട്ട്. അപ്പോൾ 110:60 എത്ര ആഡ് ചെയ്യുമ്പോൾ വരുന്നത്? ടോട്ടൽ 250 ആയി. 250 ടോട്ടൽ. ഇനി 10% കൂടി. അപ്പോൾ അതിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി പറഞ്ഞതാണ്. 10% കൂടി എന്ന് പറയുമ്പോൾ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 10% കഴിഞ്ഞാൽ 1/10 ആണ്. 11/10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10% കൂടിക്കഴിഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. അടുത്തത് 110 × 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. 1/5 ആണെങ്കിൽ 6/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തത് 60 × 30% ആണ്. 30% എങ്ങനെയായിരുന്നു? 13/10. 0 കട്ട് ചെയ്തു. ഇവിടെ 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 22. കട്ട് ചെയ്യുമ്പോൾ 8 × 11. 8 × 11 എത്രയാണ്? 88. 132 78. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ വരും? 298. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോട്ടലായിട്ടുള്ള വാല്യൂ കിട്ടി 250. ഇപ്പോൾ 298 ആണ്. അപ്പോൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കാണാം? ഇൻക്രീസ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ വാല്യൂ. എത്രയാണ് ഇൻക്രീസ്? 48 യൂണിറ്റാണ് ഇൻക്രീസ് ആയേക്കുന്നത്. 48 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ 250 × 100. 0 കട്ട് ചെയ്തു. 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 5. ഓക്കെ. 48/250 × 100. 25 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 4, ഇവിടെ 10 വരും. കാരണം എന്താ? നമുക്ക് 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. 48 × 8 എന്ന് 48 × 4 എന്ന് പറയുന്നത് 192. 192/2 10 ഈക്വൽ ടു 19.2%. ഓപ്ഷൻ നമ്പർ 3. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. If a reduction of 10% in the price of rice enables a person to obtain 20 kg more for rupees 250, then the original price of rice per kg is.
ഇതേ ക്വസ്റ്റ്യനും ഇതേപോലത്തെ ക്വസ്റ്റ്യനും പ്രീവിയസ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. പ്രൈസിൽ 10% കുറഞ്ഞപ്പോൾ ഒരാൾക്ക് സെയിം പ്രൈസ് മാറിയെന്ന് പറഞ്ഞിട്ടില്ല, 250 രൂപയ്ക്ക് 22 കിലോ കൂടുതൽ വാങ്ങിക്കാൻ പറ്റി. അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ പ്രൈസും കൺസംഷനിലും മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും എന്ത് തന്നെയാണ്? സെയിം ആണ്. 250 രൂപയ്ക്കാണ് പണ്ട് മേടിക്കുന്നതും ഇപ്പോൾ മേടിക്കുന്നതും. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ? എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു പ്രൈസ്, എത്രയാണോ രൂപ ഇൻറ്റു നമ്മൾ എത്ര സാധനം മേടിച്ചു, കൺസെപ്ഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, അതാണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രൈസിൽ ഇവിടെ എന്ത് വ്യത്യാസം വന്നത്? പ്രൈസ് 10% കുറഞ്ഞു. 10% കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 10%നെ ഫ്രാക്ഷൻ ആക്കുക, 1/10. അപ്പോൾ ആദ്യത്തെ കേസിൽ 10 ആയിരിക്കും, അതായത് 10% 1/10 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ എത്രയാണ്? ഡിനോമിനേറ്ററിൽ 10 എടുത്തു, 10. ഇനി 10% കുറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറയ്ക്കുക, 10ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ 9 ആയിരിക്കും പ്രൈസ്. എക്സ്പെൻഡിച്ചർ മാറിയിട്ടില്ല. അപ്പോൾ ഇവിടെ കൺസപ്ഷൻ ഉണ്ട്, താഴെ എക്സ്പെൻഡിച്ചർ വരും. അതായത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ എക്സ്പെൻഡിച്ചർ വരും. എക്സ്പെൻഡിച്ചറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആയി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൈസിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ നേരെ തിരിച്ച് എന്തിൻ്റെ എഴുതാം? കൺസംഷൻ്റെ എഴുതാം. അപ്പോൾ ഇത് 10:9 ആണെങ്കിൽ ഇവിടെ 9:10 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 10 × 9 90, 9 × 10 90. അപ്പോൾ എന്തായി? എക്സ്പെൻഡിച്ചറിൽ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ കൺസംഷനിൽ ഇവിടെ 1 യൂണിറ്റാണ് കൂടിയേക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എത്ര kg കൂടുതൽ മേടിച്ചെന്നാ? 22 kg കൂടുതൽ മേടിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 22 kg. അങ്ങനെയെങ്കിൽ 9 യൂണിറ്റ് എത്രയാണ്? 9 × 22. ഇതാണ് എന്ത്? 9 യൂണിറ്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ 9 × 28, അതായത് 198 വരും. അപ്പോൾ ചോദിച്ചേക്കുന്നത് ഒറിജിനൽ പ്രൈസ്, അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തുകയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കിലോ, അതായത് 9 × 22 kg ഇദ്ദേഹം എത്ര രൂപയ്ക്കാണ് മേടിച്ചുകൊണ്ടിരുന്നത്? 250 രൂപയ്ക്കാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ 1 kgയുടെ വില എത്രയാണ്? 250 ഡിവൈഡഡ് ബൈ 22 × 9, 11 വരും, 125 വരും. 125 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരിക? 1.26. ഓപ്ഷൻ നമ്പർ 1 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഷിഫ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ദിവസത്തിലേക്ക് പോവാം. The time taken by Anjali to finish a piece of work is 4 times the time taken by Ron and 3 times the time taken by John. If all 3 of them work together, it takes them 4 days to complete the entire work. How much time Ron alone take to finish the work? അഞ്ജലി എന്താണ്? റോൺ എടുക്കുന്നതിൻ്റെ 4 ഇരട്ടി സമയവും ജോൺ എടുക്കുന്നതിൻ്റെ 3 ഇരട്ടി സമയമാണ് എടുക്കുക. ഒരു 3 പേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? 4 ദിവസം കൊണ്ട് തീരും. അങ്ങനെയാണെങ്കിൽ റോണിനൊറ്റയ്ക്ക്, ആർക്കാണ്? റോണിനൊറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണ്ടി വരും? ഇതാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ടൈമിൻ്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എങ്ങനെയാണ് വരിക? ഇൻവേഴ്സ്ലിയാണ് വരിക. അതായത് ഞാൻ നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സമയം കൊണ്ട് തീരും. അതേപോലെ എഫിഷ്യൻസി കുറവാണെങ്കിലോ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അപ്പോൾ ടൈം എന്തായി? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്നത് എന്തിൻ്റെ റേഷ്യോ ആണ്? സമയത്തിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നേരെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ എന്തായി? എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടും. എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം, അതായത് ആ കിട്ടുന്ന എഫിഷ്യൻസി ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. ആ വർക്കിനെ റോണിൻ്റെ എഫിഷ്യൻസി വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അപ്പോൾ ടൈം ടേക്കൺ ബൈ അഞ്ജലി ബൈ ടൈം ടേക്കൺ ബൈ റോൺ എങ്ങനെയാണ് റേഷ്യോ വരിക? റോൺ എടുക്കുന്നതിൻ്റെ 4 ഇരട്ടി. അപ്പോൾ റോൺ 1 യൂണിറ്റ് ആണെങ്കിൽ അഞ്ജലിയുടെ 4:1 വരും. അപ്പോൾ ഇത് എന്തിൻ്റെ റേഷ്യോ ആണ്? ടൈമിൻ്റെ റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇത് 4:1 ആണെങ്കിൽ ഈ റേഷ്യോ എന്ത് വരും? 1:4 അല്ലെങ്കിൽ 1/4. എഗെയിൻ ടൈം ഓഫ് അഞ്ജലി ബൈ ടൈം ഓഫ് ജോൺ എങ്ങനെയാണ് വരിക? 3/1 ആണ്. കാരണം ജോൺ 1 ആണെങ്കിൽ അതിൻ്റെ 3 ടൈംസ് ആണ് ആരെടുക്കുന്നത്? അഞ്ജലി എടുക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് അഞ്ജലി ബൈ എഫിഷ്യൻസി ഓഫ് റോൺ 1:3 അല്ലെങ്കിൽ 1/3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എല്ലാവരുടെ എഫിഷ്യൻസി എഴുതാമല്ലോ. അഞ്ജലി, റോൺ, ജോൺ എഫിഷ്യൻസി ഈക്വൽ ടു 1:4:3.
അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്രയായി? 8ആയി. 4 + 1 5, 5 3 8. 8ആണ് ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി 8ആയി, നമ്പർ ഓഫ് ഡേയ്സ് 4 ആണ്. അപ്പോൾ 8 × 4 32 ദിവസമാണ് ഇവർക്ക് ടോട്ടലായിട്ട് എടുക്കുക. നമുക്ക് കാണേണ്ടത് റോണിൻ്റെ സമയമാണ്. അത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് 8 × 4 ബൈ റോണിൻ്റെ എഫിഷ്യൻസി 4. എത്ര വന്നു? 8. ഓപ്ഷൻ നമ്പർ 2. ഓക്കെ ആണല്ലോ. അടുത്തത് ₹12,000 becomes ₹15,972 in a certain period of time at the rate of 10% per annum on compound interest compounding annually. Find the period of time. 12,000 രൂപ 10% പലിശയിൽ 15,972 രൂപയായി മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ? എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + R/100 ഇതാണ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട്. 15,972. പീന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. 12,000 ഈക്വൽ ടു 1 + 1/10. അതായത് 10% 1/10 ആണ്. 1 + 1/10 എത്രയാണ്? 11/10 റേസ് T. ഇനി ഈ ടീൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിടക്കുന്ന വാല്യൂവിനെ നമ്മൾ 11/10ൻ്റെ പവറാക്കി എഴുതണം. നോക്കിക്കേ, 12,000നെ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 1000 കിട്ടും. 1000 എന്തിൻ്റെ ക്യൂബാണ്? 10ൻ്റെ ക്യൂബാണ്. അപ്പോൾ 15,972നെ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആ കിട്ടുന്ന വാല്യൂ 11ൻ്റെ ഏതെങ്കിലും പവറാണോ നോക്കാം. എത്ര വരും? 15,972 ബൈ 12. 39 3 തവണ 36, അഗെയിൻ 3. എന്ത് കിട്ടി? 1331. 1331 എന്തിൻ്റെ ക്യൂബാണ്? 11ൻ്റെ ക്യൂബാണ്. അപ്പോൾ 11/10 the whole raised to 3 ഈക്വൽ ടു 11/10 the whole raised to T. അപ്പോൾ എന്തായി? ബേസ് ഈക്വലായി. ബേസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പവർ ഈക്വലാക്കി എഴുതാമല്ലോ. അപ്പോൾ ടീൻ്റെ വാല്യൂ എന്തായി? T is equal to 3. ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ അല്ലേ? അടുത്തത് the market price of a hair dryer is ₹10,550. The shopkeeper offers a discount of 18% on it. Find its selling price. ഒരു ഹെയർ ഡ്രയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 10,550 രൂപ. എന്നിട്ട് എന്ത് ചെയ്തു? 18% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാം. മാർക്കറ്റ് പ്രൈസ് 100% എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് 18% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 - 18. മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് എത്രയാണ്? 82% എന്ത്? സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? 10,550ൻ്റെ 81% കണ്ടാൽ 82% കണ്ടാൽ മതി. 10,550ൻ്റെ 82%. 0 കട്ട് ചെയ്തു. 2 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 41. 5 ഇവിടെ 5 വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ 211 അല്ലേ? ഇനി എന്താണ്? നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് കിട്ടുമോ നോക്കാം. ഇപ്പോൾ 1 × 1 എന്ത് ലാസ്റ്റ് ആൻസർ? ലാസ്റ്റ് ഡിജിറ്റ് ഏതേ വരുള്ളൂ? 1 വരുള്ളൂ. 1 വെച്ചിട്ട് ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ 3. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതായിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ മീൻ പ്രൊപ്പോർഷണലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മീൻ പ്രൊപ്പോർഷണൽ കാണുക? A, B, C 3 നമ്പേഴ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ A/B ഈക്വൽ ടു B/C. ഇതിൽ ബീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീൻ പ്രൊപ്പോർഷൻ. B² ഇസ് ഈക്വൽ ടു A × C എന്ന് വരും. അപ്പോൾ B ഈക്വൽ ടു √A × C. ഇവിടുത്തെ എയും സിയും ആരൊക്കെയാണ്? 0.75ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആൻസർ വരിക? 2.25. 225 എന്തിൻ്റെ സ്ക്വയർ ആണ്? 15ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആൻസർ എത്ര വന്നു? 1.5. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൊപ്പോർഷണാലിറ്റിയുടെ ക്വസ്റ്റ്യൻസ്. ഇതെന്തായാലും പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ഷിഫ്റ്റിലുണ്ടായ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.